ഒന്നാമതേ ആ പെണ്ണിന്റെ കല്യാണാലോചന വരുന്നില്ല. ഇനി അനിയത്തിയും കൂടെ കെട്ടിയെന്ന് പറഞ്ഞാലേ വല്ല ആലോചന വരുമോ? അമ്മ ഞാൻ അതിന് ചേച്ചിയോട് പറഞ്ഞു ചേച്ചിയോട് കല്യാണം കഴിക്കണ്ടെന്ന്. അല്ലെങ്കിൽ തന്നെ അതൊക്കെ പണ്ടത്തെ കാലമല്ലേ. ഇപ്പൊ ചേച്ചി കെട്ടിയിട്ടേ അനിയത്തി കെട്ടാവൂന്നൊക്കെ. അങ്ങനെ നോക്കിയാലേ നമ്മൾ ആങ്ങളന്മാരൊക്കെ അങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത്. പെങ്ങളല്ലേ നേരത്തെ കല്യാണം കഴിച്ചു വിടുന്നത്. അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഓ, ഈ നാക്കും കൂടെ ഇല്ലായിരുന്നെങ്കിൽ നിനക്കോ ജോലിയില്ല, അവന് വല്ല ജോലിയുണ്ടോ? അമ്മ ഞാൻ പറഞ്ഞില്ലേ അവന്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതല്ലേ ഞാൻ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്റെ ദൈവമേ, അവന് ജോലിയും കൂലിയും ഒന്നും ഇല്ലേടി. അതൊക്കെ സെറ്റാക്കും. എന്റെ ഭഗവാനെ, ഞാനിതൊന്നും അവളോട് പറയത്തില്ല, നീ തന്നെ പറഞ്ഞോ. ചേച്ചി പറഞ്ഞ് ഞാൻ കൺവിൻസ് ചെയ്തോളാം. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ അറിയുമ്പം ചേച്ചിക്ക് സന്തോഷമാവുള്ളൂ. എന്തായാലും ചേച്ചിയുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് എന്റെ കല്യാണം നടന്നു കഴിഞ്ഞാൽ ചേച്ചിക്ക് എന്താ പ്രശ്നം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എടി, നാട്ടുകാരോടൊക്കെ എന്തു പറയടി, അവരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കൂടി. ഓ പിന്നെ, അല്ലേ തന്നെ ചേച്ചി പറയുന്നല്ല നാട്ടുകാരെ ചിലവിലല്ലേ നമ്മൾ കഴിയുന്നത്, നമ്മൾ ചേച്ചിയുടെ ചിലവിലല്ലേ കഴിയുന്നത്. അയ്യോ, എന്തേ ചേച്ചി സമ്മതിക്കും. ഇരുന്നു. ആരാ? എന്താ? ഞാൻ ഫ്രണ്ടാ. ആരുടെ? എന്റെയോ? ചേച്ചിയുടെ അല്ല, മീനുവിന്റെ. മീനുവിന്റെ ഫ്രണ്ടാ? അമ്മ. ആ, മീനുവിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. നീ ഇരിക്കവിടെ. മീനുവിന്റെ ഫ്രണ്ട് വന്നിട്ട് കുടിക്കാനും കൊടുത്തില്ല. എന്ത് വേണ്ട ചേച്ചി. ചേച്ചി വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. കാര്യം എന്താണ്? അത് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ഫ്രണ്ടല്ല, ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്നതാ. ഞാനൊന്ന് ജോലിക്ക് പോയി വന്നപ്പോഴേക്കും ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മേ. അതെ, ആക്ച്വലി നമ്മൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടായി. കെട്ടേണ്ട ഒരു സാഹചര്യം വന്നു. സത്യത്തിൽ ഞങ്ങൾ ഒളിച്ചുകൂടി പോകുന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവന്റെ വീട്ടിലാണെങ്കിൽ ഭയങ്കര പ്രശ്നം. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓ, ഇവിടെ ആകുമ്പോ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? എന്റെ മോളെ, ഞാൻ അതിനോട് ആവുന്ന പറഞ്ഞതാണ്, നിന്റെ കല്യാണം കഴിയുന്നവരെ ഒന്ന് ക്ഷമിക്കാൻ. എങ്ങനെ രണ്ടും കേട്ടില്ല. ആ, ഇനിയിപ്പോ പോട്ടെ, അവര് സമാധാനമായിട്ട് ജീവിക്കട്ടെ. അതാണ് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ചേച്ചി സമ്മതിക്കും. ഇതാണ് എന്റെ ചേച്ചി എനിക്ക് ഇത്ര ഇഷ്ടം. സോപ്പിട്ടൊക്കെ മതി. ഇവനെന്താ ജോലി? ജോലി ഒന്നും ഇപ്പൊ സെറ്റ് ആയില്ല, പക്ഷെ സെറ്റ് ആവും. അപ്പൊ ജോലിയൊന്നും ഇല്ലേ? എന്താ ക്വാളിഫിക്കേഷൻ? ചേച്ചി ഞാൻ +2 വരെ പഠിച്ചു. +2? ബാക്കി പഠിക്കാൻ കോളേജൊന്നും ഉണ്ടായില്ലേ ഈ നാട്ടില്? അല്ല ചേച്ചി, പഠിത്തമൊന്നും സെറ്റായില്ല, അതാ ഞാൻ ജോലി ചെയ്യാന്ന് വെച്ചേ. ഇപ്പൊ ജോലി ഇല്ലാന്നല്ലേ പറഞ്ഞ? അല്ല, ജോലി ആവും. ചേച്ചി ജോലി ചെയ്യാൻ തീരുമാനിച്ചു, കുടുംബമൊക്കെ ആയില്ലേ. അപ്പൊ തൽക്കാലം ഇപ്പൊ ജോലിയൊന്നും ഇല്ല. എന്തെങ്കിലും ആവട്ടെ അമ്മ, ഞാൻ അങ്ങോട്ട് പോട്ടെ. അല്ല ചേച്ചി, ചേച്ചി എന്താ കല്യാണം കഴിക്കാത്ത? ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത ചോദ്യം ഒന്നും ചേച്ചി ചോദിക്കരുത്. നാളെ തൊട്ട് ചേച്ചി ജോലിക്ക് ഇറങ്ങിയാലേ വല്ല തിന്നെ കിട്ടുള്ളൂ. ഞാൻ ശ്രദ്ധിക്കാം മോളെ. ശ്രദ്ധിച്ചാ മതി. നിങ്ങൾ വിഷമിക്കാതിരിക്കുക. എന്താ ഇതിനകത്ത് നിറയെ ഫോട്ടോസാണ്. നല്ല ഒന്നാന്തരം കുട്ടികളുടെ. ആൺകുട്ടികൾ ഇതിൽ ഒരെണ്ണമെങ്കിലും ഇഷ്ടപ്പെടാണ്ട് പോകുന്നില്ല. ഇതാണോ കുട്ടി? അതെ. ആള് നല്ല സ്മാർട്ടാണല്ലേ. ആരാ അമ്മ? രമേശ്? ഇത് സുഖമായിട്ടും ബ്രോക്കറാ. എന്നെ അറിയത്തില്ലേ? ഇല്ല. ഞാൻ സുഖു. ഈ നാട്ടിൽ വിവാഹം കഴിക്കാതെ നിൽക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ അവിടെ ഞാൻ എത്തിയിരിക്കും. എന്നിട്ട് ഇതുവരെ ഈ സുഖേട്ടനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എത്തുക മാത്രമല്ല, ആ കുട്ടിയുടെ കല്യാണം കഴിയുന്നത് വരെ എനിക്ക് വിശ്രമമില്ല. അതാ സത്യം. പറഞ്ഞോളൂ. നീ വെറുതെ തർക്കിച്ച് നിൽക്കാതെ അങ്ങേറെ കയ്യിലുള്ള പയ്യന്മാരുടെ ഫോട്ടോ നോക്കൂ. കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടാലേ അവരെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. എൻ്റെ പൊന്നമ്മ, ഈ ലോകത്തുള്ള സകലമാന മാട്രിമോണി സൈറ്റിലും എൻ്റെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ പോരാഞ്ഞിട്ടാണോ ഈ ബ്രോക്കർക്കും കൂടി ഞാൻ എന്തോരം കാശ് കൊടുക്കണം? അമ്മയ്ക്ക് ഞാൻ ഇത്രയ്ക്ക് അങ്ങോട്ട് ഭാരമായോ?
എനിക്ക് വെളിയിലിറങ്ങി നടക്കാൻ വയ്യ. ഓരോരുത്തർ ഓരോന്ന് ചോദിക്കുമോ നിന്റെ കല്യാണം ആയില്ലേ എന്ന്. എനിക്കത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഈ നാട്ടുകാർ ഓരോന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് മറുപടി പറയാനൊന്നും ഇല്ലേ? ഞാൻ എന്ത് പറയാനാ? എൻ്റെ ചേച്ചി, ഞാൻ അറിയാമല്ലാണ്ട് ചോദിക്കുവാണ്, ചേച്ചി എന്ത് കല്യാണം കഴിക്കാത്തേ? ചേച്ചിക്ക് എന്തെങ്കിലും ബ്രേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു തരത്തിൽ ബ്രേക്കപ്പ് തന്നെ പറയാം. അച്ഛൻ മരിക്കണ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ മരിക്കുമ്പോൾ ഈ വീടിന്റെ ചുമതല ആരെങ്കിലും ഏറ്റെടുക്കണ്ടേ? അപ്പൊ ഞാൻ പഠിപ്പ് നിർത്തി. അന്നത്തെ എൻ്റെ ആകെയുള്ള സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇവളെ പഠിപ്പിക്കുക, അമ്മ പട്ടിണി ഇല്ലാണ്ട് കിടക്കണം. അതിന്റെ പുറകെയായിരുന്നു ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കല്യാണക്കാരൊന്നും ആലോചിച്ചു പോലുമില്ല. പിന്നെ നിങ്ങളുടെ കല്യാണം നടന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അമ്മ, ഈ നാട്ടുകാർ ചോദിക്കുന്നു എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നില്ലേ? ഒരു കാര്യം ചെയ്യും, ഈ ചോദിക്കുന്ന നാട്ടുകാരോട് ആരെങ്കിലും അവരുടെ മക്കളുണ്ടെങ്കിൽ എനിക്ക് കെട്ടിച്ചേരാൻ പറ. അതോടുകൂടി പ്രശ്നം തീർന്നല്ലോ. നിന്റെ ഈ തറുതല പാത്രം നിർത്തുവോ? എങ്കിലേ എല്ലാം ശരിയാവത്തുള്ളൂ. കുട്ടി ലേശം ചന്തേടിയാണ് അല്ലേ? എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ തറുതലയായി. വേറൊരു നല്ല ഐഡിയ ഉണ്ട്. എന്തായാലും ഞാൻ നാട്ടിലിറങ്ങി നടക്കുമ്പോഴല്ലേ അമ്മയ്ക്ക് ഈ പ്രശ്നമുള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്, ദേ ഇവളെന്തായാലും പഠിപ്പ് കഴിഞ്ഞ് നിൽക്കല്ലേ, 4-5 സപ്ലി ഉണ്ടെന്നല്ലേ ഉള്ളൂ. രമേശും വെറുതെ നിൽക്കുക. രണ്ടുപേരും കൂടെ ജോലിക്ക് പോട്ടെ, എന്നിട്ട് ഈ കുടുംബം നോക്കട്ടെ. അപ്പൊ പിന്നെ എനിക്ക് വീട്ടിലിരിക്കാലോ. അമ്മയ്ക്ക് ഇതൊന്നും കേൾക്കാൻ വേണ്ട. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ ഐഡിയനെ കുറിച്ച് നന്നായിട്ടൊന്ന് ചിന്തിക്ക് കേട്ടാ. ഈ പറച്ചിലേ ഉള്ളു ചേട്ടാ, ആള് ശുദ്ധ ഭാവ. മീരയുടെ കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ ഏറ്റ് തീർച്ച. ഇനി മീരയെ കെട്ടിച്ചിട്ട് എനിക്ക് വിശ്രമം. നില്ലടാ, ആ ശ്രീകരം പഠിച്ച മീര വരുന്നുണ്ട്. അവൾ പോയിട്ട് പോവാ നമുക്ക്. ആ ചേച്ചി എവിടെ പോവാ? ആ ഞങ്ങള് മാർക്കറ്റിൽ പോവാ മോളെ. ആണോ? മാർക്കറ്റിലേക്കോ? ആ ഞങ്ങള് മാർക്കറ്റിലൊന്ന് പോവാന്ന് വിചാരിച്ചു. ശരി, ഞാൻ ഇറങ്ങട്ടെ, നടക്കട്ടെ, സമയമില്ല. പോട്ടെ പ്രകാശേ. പെണ്ണ് വീട്ടുകാർ വെയിറ്റിംഗ്. പെണ്ണ് കാണാൻ പോവാണോ? മാർക്കറ്റിലേക്കാന്ന് പറഞ്ഞിട്ട്. അത് മാർക്കറ്റിലും പോണോ, വരുന്ന വഴി മാർക്കറ്റിൽ പോണോ? ചേച്ചി കള്ളം പറഞ്ഞ് കഷ്ടപ്പെടണ്ട. മോക്കൊന്നും തോന്നരുത്. നാട്ടിൽ പൊതുവെ ഒരു പ്രചാരമുണ്ട്, മോളെ കണ്ട് നല്ല കാര്യങ്ങൾക്കൊന്നും പോയാൽ അത് നടക്കൂലെന്ന്. എനിക്ക് അന്ധവിശ്വാസത്തിലൊന്നും ഒരു ഇതുമില്ല. പക്ഷേ സ്വന്തം മോൻ്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ വയ്യ മോളെ. മോക്കൊന്നും തോന്നരുത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ തിരിച്ചു പോണോ? എന്നിട്ട് നിങ്ങൾ പോയിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. വേണ്ട, മോൾ ഇറങ്ങിയ വഴിക്ക് പോയിക്കോളൂ. ഞങ്ങളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു പോയിക്കോളാം. വാ മോനെ. കട പറഞ്ഞേ. ചേച്ചി ഇപ്പൊ കണ്ട അത്ര പ്രായമൊന്നും തോന്നിക്കുന്നില്ല. മതി നിന്റെ സോപ്പിടൽ കഴിഞ്ഞ കൊമ്പട്ടി കള്ളി കല്യാണം കഴിക്കാൻ തിടുക്കമായല്ലേ? കല്യാണം കഴിക്കാൻ തിടുക്കായിട്ടൊന്നല്ല, ഈ പ്രായത്തിൽ കെട്ടിയൊരുങ്ങി നടക്കണതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം. എനിക്ക് തോന്നുന്നു ഇതെന്തായാലും നടക്കുമെന്ന്. കഴിഞ്ഞോ? പോട്ടെ. എവിടെ നോക്കട്ടെ. സെറ്റ്. ആ നിങ്ങൾ തന്നെ കാര്യം പറഞ്ഞ ചേട്ടാ. എന്തേ? മോളൊരു ചെറിയൊരു പ്രശ്നം. എന്ത്? അല്ല, കാര്യമൊന്നുമില്ല. പെണ്ണ് കാണാനേ ചെറുക്കനും കൂട്ടനും വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ്, വണ്ടി തട്ടി. അല്ല അതൊന്നുമില്ല അത്. പക്ഷേ വണ്ടി തട്ടിയ നേരത്തെ ആളുകളൊക്കെ കൂടി എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചപ്പോൾ ഇങ്ങോട്ടാണെന്ന് പറഞ്ഞു. അതിലേതോ ഒരുത്തും കയറി എന്തെയോ ഒരു മോശമായിട്ടൊക്കെ പറഞ്ഞു. അവർ തിരിച്ചങ്ങ് പോയി.
ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യം എന്നും പറഞ്ഞ് അവരങ്ങ് പോയി. അത് മോള് പേടിക്കണ്ട, വിഷമിക്കണ്ട. എന്തെങ്കിലും ചെയ്യാമോ? എനിക്ക് വിഷമമൊന്നുമില്ല, ഇതൊക്കെ എപ്പോഴും സംഭവിക്കുന്നതല്ലേ. എന്നാലേ എനിക്ക് വിഷമമുണ്ട്. അവന്മാരോട് പോകാൻ പറ. ഒന്നല്ലെങ്കിൽ 9 എണ്ണത്തിന് ഞാൻ നിരത്തി നിർത്തി കാണിക്കാം. നല്ല ഒന്നാന്തരം ചെറുക്കന്മാരെൻ്റെ കൈവശമുണ്ട്. മോളുടെ കണ്ണ് നിറഞ്ഞപ്പോഴേ എനിക്ക് വല്ലാതെ നൊന്തു. ഇനി മോള് പുഞ്ചിരിച്ചിട്ട് ഞാൻ വിശ്രമിക്കത്തുള്ളൂ, സത്യം. ചെറുക്കയാള് മിടുക്കനാ. ചെറുക്ക ഇപ്പം കിംഫ്ര പാർക്കില്ല. ആ അല്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ടില്ല. കല്യാണത്തിന് ശേഷം മോള് ജോലിക്കൊന്നും പോണ്ട കേട്ടോ, അവൻ നോക്കിക്കോളൂല്ല. എന്നാ പിന്നെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചാലോ? നമ്മളല്ലല്ലോ സംസാരിക്കേണ്ടത്, അതിനു മുമ്പ് പിള്ളേരല്ലേ സംസാരിക്കേണ്ടത്. അവർ തമ്മിൽ സംസാരിക്കട്ടെ. അതെ അതെ, ചെല്ലി സംസാരിക്കേ. എടാ കൊച്ചിനോട് പോയി സംസാരിച്ചിട്ട് വാടാ. ഇപ്പൊ സംസാരിച്ചോ? ചെല്ലേ. മീരയല്ലേ? ആ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാനും താനും കൂടെ കല്യാണം കഴിഞ്ഞിട്ട് പുറത്തു പോകാൻ പോകണമെങ്കിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചേച്ചി അനിയോടെ പുറത്തു പോകുന്നേ പറയത്തുള്ളൂ. ഇനി എൻ്റെ കൂട്ടുകാർ കണ്ടാലോ അവരപ്പോഴും എന്നെ ആൻറ്റി ലവർ പറഞ്ഞ് കളിയാക്കി തന്നെ ചെയ്യും. ഫോട്ടോയെ കണ്ടപ്പോഴത്തേക്കും നല്ല ചെറുപ്പമായിട്ട് തോന്നി. ഇപ്പം നല്ല പ്രായം തോന്നിക്കുന്നുണ്ട് കണ്ടപ്പോഴത്തേക്കും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ ഇഷ്ടമായിട്ടില്ല. കുഴപ്പമില്ല, എനിക്കിത് ആദ്യത്തെ അനുഭവമൊന്നുമല്ല. സുധി എന്നല്ലേ പേര് പറഞ്ഞത്? അതെ. സുധി ബ്രോക്കറോട് എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അയ്യോ സോറി, എനിക്ക് ഞാൻ പറഞ്ഞത് വിഷമമായോ? കുഴപ്പമില്ല. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, കൂടെ വന്നാരാ? അനിയത്തി. ആ കുട്ടിക്ക് കല്യാണം നോക്കുന്നുണ്ടോ? കല്യാണം കെട്ടിയനോട് ചോദിക്കേണ്ടി വരും. സോറി, ആ വിഷയം വിട്ടേ കേട്ടോ. ഞാൻ പോകട്ടെ. എന്ത് പറഞ്ഞു മോളെ? സാധാരണ എല്ലാവരും പറയുന്ന പോലെ അല്ല അമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, കേട്ട് ശീലായി. അമ്മ, ഞാൻ കല്യാണം കഴിക്കാതിരുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നാട്ടുകാരെ കൊണ്ട് അത് ഇതും പറയിപ്പിക്കണോ മോളെ? നാട്ടുകാരുടെ ചെലവിലാണോ അമ്മ ജീവിക്കുന്നത്? മോള് വിഷമിപ്പിക്കാതെ. ഒരു ചെറുക്കൻ പോയിന്ന് വെച്ച് ഈ ലോകത്ത് വേറെ ചെറുക്കന്മാർ വരില്ലേ? ഞാൻ വേറെ ചെറുക്കന്മാരെ കൊണ്ടുവരൂടാ. വിഷമിക്കാതെ. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? മോക്ക് വിശ്വാസമുണ്ടോ? ഞാനെന്നാലേ 1-2 അമ്പലങ്ങളുടെ പേര് പറയാം. അവിടെ ചെന്ന് വഴിപാട് നടത്തിയാൽ മതി, ഈ ദോഷങ്ങളെല്ലാം മാറി കിട്ടും. കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ അമ്പലങ്ങളിലും കയറി ഇറങ്ങിയതാണ് ഞങ്ങൾ. പോരാത്തതിന് പിതൃദോഷാന്ന് പറഞ്ഞ് അറിയാത്ത കാരണന്മാർക്ക് വരെ ബലിയിട്ട് കഴിഞ്ഞു. ഇനി വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഇത് അതുപോലെയുള്ളതല്ല, നീ വിശ്വസിക്കുക. മോളുടെ കല്യാണം നടത്തുക എന്നുള്ളത് ഈ സുഖു ഒരു ചലഞ്ചായിട്ട് എടുത്തിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഈ സുഖു വിശ്രമിക്കുള്ളൂ. ആ
എന്താടി? എനിക്കിനി കല്യാണം വേണ്ട അമ്മ. അമ്മ ഒന്നെ മനസ്സിലാക്ക് പ്ലീസ്. മോളെ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഇന്ന് കല്യാണം വേണ്ട വേണ്ടെന്ന് എപ്പോഴും ഇങ്ങനെ പറയില്ലെന്ന്? എന്നെ ഇനി ആർക്കും ഇഷ്ടപ്പെടില്ല അമ്മ. എനിക്ക് മടുത്തു ഇങ്ങനെ കോമാളി വേഷം കെട്ടി ഓരോരുത്തരുടെ മുന്നിൽ പോയി നിന്ന്. എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നേ? അമ്മ, ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ മീനുവിന്റെ കല്യാണം നടക്കില്ല എന്നായിരുന്നല്ലോ അമ്മയുടെ പേടി. ഇനിയിപ്പൊ ആ പേടി വേണ്ടല്ലോ, അവളെന്തായാലും കെട്ടിയില്ലേ. ഇനിയെങ്കിലും അമ്മ എന്നെ ഒന്നും നിർബന്ധിക്കില്ല പ്ലീസ്. ഒന്ന് ഒഴിവാക്കിത്താ, മടുത്തു അതുകൊണ്ടാ. മോളെ 20 വയസ്സിൽ കല്യാണം നടന്നില്ലെങ്കിലേ 36 വയസ്സിൽ കല്യാണം നടക്കും. ജാതകപ്രകാരം അങ്ങനെയാണ്. സുഖു ഒരു കല്യാണം ആലോചനയായിട്ട് വന്നിട്ടുണ്ട്, അത് ഉടനെ നടക്കും. അപ്പൊ ഇനി ഞാനിങ്ങനെ ഫാൻസി ഡ്രസ്സിൽ ഒരുങ്ങുന്ന പോലെ ഒരുങ്ങി കെട്ടി ആരുടെങ്കിലും മുന്നിൽ പോയി നിൽക്കണോ? എനിക്ക് മടുത്തു. എൻ്റെ മോള് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടതാ. ഈ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ നിന്റെ ജീവിതം കളഞ്ഞത്. മോക്കൊരു ജീവിതം വേണ്ടേ? അമ്മയുടെ കണ്ണടയുമ്പോൾ മോക്കൊരു കൂട്ട് കണ്ടിട്ട് വേണം അമ്മയ്ക്ക് പോകാൻ. ഇതെന്തായാലും നടക്കും മോളെ, അമ്മയല്ലേ പറയുന്നത്. എൻ്റെ മോള് വിഷമിക്കണ്ട. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ അറിയാലോ. എൻ്റെ മോൻ ഗൾഫിലാ, നല്ല ജോലിയുണ്ട്, നല്ല വരുമാനമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ത്രീധനമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഇത്രയും കാലം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടേ പ്രായം അങ്ങ് പോയത് അറിഞ്ഞില്ല. പിന്നെ എനിക്കൊരു ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ കണ്ണൊന്ന് അടയുന്നതിന് മുന്നേ അവൻ്റെ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടണം. എൻ്റെ മോടെ അവസ്ഥ ഇത് തന്നെയാണ്. കുടുംബത്തിന് വേണ്ടി അവൾ ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടു. എന്നാ പിന്നെ വൈകിയണ്ട, നമുക്ക് കുട്ടിയെ ഒന്ന് കാണാം. സുഖു പറഞ്ഞിരുന്നുവല്ല. മോളെ വിളിക്കാം. ചേച്ചി, ചേച്ചി ചെക്കൻ്റെ ഫോട്ടോ കണ്ടിട്ടാണോ വരാൻ പറഞ്ഞേ? അമ്മയല്ലേ? എന്തുപറ്റി? ചേച്ചി, ഒരു കിളവൻ, തലയിലാണെങ്കിൽ മുടി പോലും ഇല്ല. ഞാൻ ആരുടെയെങ്കിലും കൂടെ കെട്ടിപ്പോട്ടെ, ബാധ്യത ഒഴിവാകുമല്ലോ. വാ മോളെ. അമ്മ, അമ്മയ്ക്ക് വേറെ ചെറുക്കന്മാരെ ഒന്നും കിട്ടിയില്ലേ അമ്മ? എന്തായാലും ഇത് തന്നെ കിട്ടിയ ദൈവഭാഗ്യ. നല്ല ഇറക്കന മോളെ. നല്ല ചെറുക്കനാണെങ്കിൽ അമ്മ എന്നെ കെട്ടിക്കോ. കൈനൂത്തൊന്നും വന്നുണ്ടല്ലോ. ശ്രീധനം പോലും ചോദിച്ചില്ല, പെണ്ണ് മാത്രം മതിയെന്ന് അവൻ പറഞ്ഞത്. അമ്മ, അതൊരു കിളവനാണ്, തലയിലാണെങ്കിൽ മുടി പോലും ഇല്ല. മുടി ആയാലേ കൊഴിഞ്ഞു പോവും. മുടി വെക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ പറ, അവരവിടെ ഇരിക്കല്ലേ. നീ വാ മോളെ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കോ, തല്ലുവിടാണ്ടിരിക്കോ? അവരെത്ര നേരം അവിടെ പുറത്തു വന്നിരുന്നിട്ട് പോയി കണ്ടിട്ട് വരാം. അല്ല ഓക്കെ അല്ലേ? പിന്നെ എനിക്ക് പറയാനുള്ളതേ, ഞാൻ അമ്മയോട് കുറച്ചു മുന്നേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ഞങ്ങൾക്ക് വേറെ ഒരു ഡിമാൻഡും ഇല്ല, ഒരു കണ്ടീഷനേ എനിക്കുള്ളൂ. കല്യാണം കഴിഞ്ഞ ഉടനെ ഒരു കുഞ്ഞിക്കാല് എനിക്ക് തരണം. അതാണായാലും ശരി പെണ്ണായാലും ശരി, എനിക്കൊരു വിരോധവും ഇല്ല. എന്നാ നിനക്കൊരു സംസാരിക്കാനുണ്ടോ? ഇല്ല. ഓ, അവൻ പണ്ടേ ഒരു നാണം കുടുങ്ങിയാ. പിന്നെ ഞാൻ പറഞ്ഞു വന്നതേ, കുട്ടിക്ക് ഇത്രയും പ്രായമൊക്കെ ആയതുകൊണ്ടേ കുട്ടികളുണ്ടാവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ അറിയാനേ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നല്ലതായിരുന്നു. അവക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, അതിന് വേണ്ടിയിട്ടല്ല, നമുക്കിപ്പോൾ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളതേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കല്യാണം അല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ മകന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ?
അപ്പോൾ അത് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി ബോധ്യപ്പെടണ്ടേ? കുഞ്ഞുങ്ങൾ വേണമെന്നുള്ള അമ്മമാരുടെ ആഗ്രഹമൊക്കെ ശരി തന്നെയാണ്, അത് ഞാൻ സമ്മതിച്ചു തരാം. പക്ഷെ സർട്ടിഫിക്കറ്റ് തന്ന് തെളിയിച്ചിട്ടൊന്നും ഈ കല്യാണം കഴിക്കാൻ പറ്റില്ല. എനിക്ക് സമ്മതമല്ല. മോളെ, ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ ഉള്ളൂ, അത് നമുക്ക് കൊടുക്കാം. അമ്മയുടെ അടുത്ത് ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ളതാ എനിക്ക് കല്യാണം വേണ്ടാന്ന്. ഒരു കണ്ടീഷനും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇനി ഇതുപോലെ പല പല കാര്യങ്ങളും വരും. അപ്പോഴൊക്കെ അതിനൊക്കെ തുള്ളി കൊടുക്കുമോ? എനിക്ക് കല്യാണം കഴിക്കണ്ട. ദേ ആയിരിക്കുന്ന മനുഷ്യനെ കണ്ടോ, അയാൾക്കും എന്നോട് ഒന്നും മിണ്ടാനില്ല. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കണ്ടല്ലോ, അമ്മയുടെ അഭിപ്രായമാണ് ഏറ്റവും വലുത്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അയാൾക്കൊന്നുമില്ല. അമ്മ, ഞാൻ അമ്മയുടെ എത്ര പ്രാവശ്യം പറഞ്ഞു എന്നെ ഇനി കല്യാണത്തിന് നിർബന്ധിക്കല്ലേ ഇത്. ഇതേ സുഖേട്ട, എല്ലാവരോടും കൂടി ഞാൻ പറയാം, എന്നെ ഇനി കല്യാണത്തിന് വേണ്ടി നിർബന്ധിക്കരുത് പ്ലീസ്. എനിക്ക് കല്യാണം കഴിക്കണ്ട. കല്യാണം കഴിച്ചാലേ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ആരാ പറഞ്ഞേ? അങ്ങനെയൊന്നും അല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഞാൻ കാണിച്ചു തരാം. അമ്മ, എന്നെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കരുത് പ്ലീസ്. എന്നൊന്ന് വെറുതെ വിട്. ആ, ഇനി എന്തോ നോക്കിയിരിക്കുവാ? എണീറ്റ് വാടാ അങ്ങോട്ട്. നിങ്ങൾ അങ്ങോട്ട് വാ, ബ്രോക്കർ ഫീസും ചോദിച്ചോണ്ട്. വളരെ കഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങൾ ഒപ്പിച്ചുകൊണ്ട് വരുന്നത്, അതിനിടയ്ക്ക് ഓരോ സർട്ടിഫിക്കറ്റ്. ആട്ടെ, നമുക്കത് കൊടുത്താൽ പോരെ? നീ ഭാഗോട്ട് എവിടെ പോവാ? എനിക്ക് കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അമ്മേ. അതിൽ ആദ്യത്തെ ആഗ്രഹം ഒരു യാത്ര പോകണമെന്ന്. ഞാൻ കുറേ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ചേച്ചി പോയി ഞാൻ വീട്ടിലെ കാര്യം ആരും നോക്കാം. ആ, ഇവിടുത്തെ കാര്യമൊക്കെ പിന്നെ എങ്ങനെ? നല്ല തണ്ടും തടിയൊക്കെയില്ലേ? നിനക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ആ, രണ്ടുപേരും ജോലി എടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ജീവിക്ക്. അച്ഛൻ മരിച്ച ശേഷം അമ്മ ഞങ്ങളെ വളർത്തിയെടുത്തത് കഷ്ടപ്പെട്ടല്ലേ അല്ലേ? അതിന് ശേഷം കല്യാണം കഴിക്കണമെന്നൊന്നും അമ്മയ്ക്ക് തോന്നിയില്ലല്ലോ. അപ്പൊ കല്യാണം കഴിക്കാണ്ടേയും ജീവിക്കാം പെണ്ണുങ്ങൾക്ക്, അല്ല അമ്മേ? കല്യാണം കഴിക്കണം, കുഞ്ഞുണ്ടാവണം, എന്നാലേ ഒരു സ്ത്രീയുടെ ജന്മം പൂർണ്ണമാവുള്ളൂ. ഈ ധാരണകളൊക്കെ ഇങ്ങോട്ട് മാറ്റിക്കോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ നന്നായിട്ട് ജീവിക്കാന്ന് ഒറ്റയ്ക്ക്. അപ്പം ഞാൻ പോയിട്ട് വരട്ടെ.